CJP എന്ന് പറയുന്ന മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് കർഷക സമരത്തിൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കർഷക സമരത്തിൽ ഒരു യു ടേൺ മോദി ഗവൺമെന്റ് എടുത്തിരുന്നു. അതേ രീതിയിൽ ഒരു തവണ കൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുന്നിൽ BJP ഗവൺമെന്റ് യു ടേൺ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും ഇനിയുള്ള നാളുകളിൽ BJPക്ക് മാത്രമല്ല, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും അവർക്ക് ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. എന്താണെന്നല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ എല്ലാ ആളുകളും ഒരു പാർട്ടിക്കായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ പോലെ ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ഒരു രാജ്യത്ത് അധികാരത്തിൽ കേവല ഭൂരിപക്ഷം നേടിയെത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 35 മുതൽ 45% ഒരു വോട്ടിംഗ് ശതമാനമേ ഉണ്ടാവൂ. അതിനർത്ഥം ആകെ വോട്ട് ചെയ്ത ജനങ്ങളിൽ ഒരു 45 മുതൽ 55% പേരും ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായി വോട്ട് ചെയ്തവരോ മറ്റു പാർട്ടികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരോ ആണ്. ആ നിലയ്ക്ക് ഒരു പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു പ്രതിപക്ഷ പാർട്ടി വിചാരിച്ചാലും ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് പതിനായിരങ്ങളെ, വേണ്ടി വന്നാൽ ലക്ഷങ്ങളെ തെരുവിലിറക്കാനായിട്ട് കഴിയും. ഇപ്പൊ കേരളത്തില് ഇടതുപക്ഷമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളമൊട്ടാകെ DYFIയുടെയും SFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അംഗങ്ങളായിട്ടുള്ള ആളുകളെ തെരുവിലിറക്കാൻ അവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഭരണം സ്തംഭിച്ചു പോവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവരുടെ മുഴുവൻ അണികളെയും തെരുവിലിറക്കി ഭരണകക്ഷിക്കെതിരെ സമരം ചെയ്യാണ്. മുഖ്യമന്ത്രിയും ഭരണകൂടവും രാജിവെക്കണം എന്ന് പറഞ്ഞ് രാജിവെക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങി സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരം ഒട്ടാകെയും അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെയും ഭരണം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ജനാധിപത്യത്തിൽ ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ, ഒരു പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കുറുക്കു വഴി തേടാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് കുറുക്കു വഴി? അധികാരം നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കാണുമ്പോൾ മറ്റു വഴികൾ കണ്ടുപിടിക്കുക. അതാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നമ്മൾ കണ്ടത്. ആ രീതിയിൽ യുവാക്കളെ രംഗത്തിറക്കി അതിന്റെ പുറകിൽ നിന്ന് ചരട് വലിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്ന പലരും നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ വസതിയുടെ അടുത്ത് പോയിരുന്ന് സമരം ചെയ്യാണ്. അപ്പൊ എന്താണ് ഇവർ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു മന്ത്രിയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടണം, അല്ലെങ്കിൽ രാജിവെപ്പിക്കണം. ഇങ്ങനെ ഇവരുടെ ഡിമാൻഡ് അനുസരിച്ച് ആ മന്ത്രിയെ രാജിവെപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നാളെ മറ്റേതെങ്കിലും ഒരു മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അയാൾ എവിടെയോ പറഞ്ഞു പോയ ഒരു വാചകം, അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ഒരു ടങ് സ്ലിപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു തീരുമാനം, ആ തീരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഡിസിഷൻ, അതിനോട് കുറെ ആളുകൾക്ക് എതിർപ്പ് തോന്നുകയാണ്. ഉടനെ തന്നെ വീണ്ടും അവരെന്ത് ചെയ്യും? ഇതേപോലെ ഒരു കൂട്ടം ആളുകളെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങും. ഇത് പിൻവലിക്കുന്നത് വരെ സമരം എന്ന് പറയും. ഇങ്ങനെ സമരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒടുവിൽ ഗവൺമെന്റ് ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു. ഒന്നുകിൽ ആ തീരുമാനം പിൻവലിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ മന്ത്രി രാജിവെക്കണമെന്നാണ് ഇവർ ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജിവെപ്പിക്കും. അങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മുടെ രാജ്യത്തിന് മുന്നേറാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ചൈന നമ്മളെക്കാൾ വളരെ ദൂരം മുന്നോട്ട് പോയത്, ഇന്ത്യ ചൈനയ്ക്കൊപ്പം എത്താത്തത് എന്ന് നമ്മൾ എപ്പോഴും ഇവിടെ ഡിസ്കസ് ചെയ്യും. ഭരിക്കുന്ന പാർട്ടികളെ ചുമ്മാ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ആര് ഭരണത്തിൽ കയറിയാലും ആ ഭരിക്കുന്ന പാർട്ടിയെ മര്യാദയ്ക്ക് ഭരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ വലിയ രീതിയിൽ പാടിപ്പുകഴ്ത്തുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള, അല്ലെങ്കിൽ കോട്ടങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്നല്ല, ഏതൊരു സിസ്റ്റത്തിലും തെറ്റുകൾ പറ്റാം. സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മളൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ ആശങ്ക ന്യായമാണ്. ആ ആശങ്കയ്ക്ക് എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് വിദ്യാർത്ഥികൾക്കൊരു ഉറപ്പാണ് സത്യത്തിൽ ഇവിടെ വേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ അധികാരത്തിൽ വന്നാലും, അല്ലെങ്കിൽ മറ്റൊരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നാലും, നമുക്കിവിടെ വേണ്ടത് എന്താണ്? ശാശ്വത പരിഹാരമാണ്. ശാശ്വത പരിഹാരം എന്താണ്? വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചോദ്യ പേപ്പർ ചോർച്ച പോലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന ഉറപ്പാണ്. ഇനി അഥവാ ഇനി ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായാൽ എങ്ങനെ അവിടെ പരിഹരിക്കാം? എക്സാം ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം എങ്ങനെ അവിടെ ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാം എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ടത്, അല്ലേ? ഒരു ഡിസിഷൻ ഉണ്ടാവേണ്ടത് ആ കാര്യത്തിലാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കൊണ്ടോ, ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ അവരുടെ കുടുംബത്തിന് കൊടുത്തത് കൊണ്ടോ ഇതിന് ശാശ്വത പരിഹാരമാവില്ല. ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണത്. അപ്പൊ ശാശ്വത പരിഹാരം അതല്ല. ധർമ്മേന്ദ്ര പ്രധാൻ മാറി മറ്റൊരാൾ അവിടെ മന്ത്രിയായിട്ട് വന്നാലും
ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സാം ഇതിന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന സിസ്റ്റം ഇത് ആരുടെയൊക്കെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്, ആരാണ് പരീക്ഷ നടത്തിക്കുന്നത്, ആരാണ് ചോദ്യ പേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നത്, അവിടെ നിന്ന് ഇത് ലീക്ക് ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇനി അഥവാ ലീക്ക് ആയാൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യാം, ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. പകരം മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലൂടെ ഇത് വഴിതിരിച്ചു വിട്ടിട്ട് മോദി ഭരണകൂടത്തിനെ താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിക്കുന്നത്. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തൊരു വാർത്താ പ്രാധാന്യമാണ് ഇതിന് കൊടുക്കുന്നത്. BBC ഒക്കെ മിനിറ്റിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ദാ മോദിയുടെ വീട്ടിന്റെ മുമ്പിലെത്തി, പ്രിയങ്ക ഗാന്ധി എത്തി എന്ന് പറഞ്ഞിട്ട് മിനിറ്റിന് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിനെ കുറിച്ചോ വിക്രം 1നെ കുറിച്ചോ നമ്മുടെ നേട്ടങ്ങളെ കുറിച്ചോ യാതൊരു വാർത്തയും കൊടുക്കാത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല, നമുക്കിട്ട് പണി തരാണ്. ഇന്ത്യയെ താഴെ ഇടണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ വളർച്ച തടയണം എന്നുണ്ടെങ്കിൽ നമ്മളെ തമ്മിലടിപ്പിക്കുക രാജ്യത്തിനകത്തിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുക. വെളിയിൽ നിന്ന് ചൈനയോ പാകിസ്ഥാനോ ഒന്നും വരണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ തമ്മിലടിപ്പിച്ചാൽ മതി. അങ്ങനെയാണല്ലോ ബ്രിട്ടീഷുകാർ കുറെ കാലം ഇവിടെ ഭരിച്ചതും, രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ. അങ്ങനെയാണ് അവരിവിടെ അധികാരം ഉറപ്പിച്ചത്. അതുപോലെ ഗവൺമെന്റില് ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുക, ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർക്ക് രാജ്യത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുക. ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ നിർബന്ധത്തിന് വഴങ്ങി, സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇത് സംഭവിക്കാൻ പോവാണ്. അത് മോദി എന്നല്ല, ആര് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും. നാളെ ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്ന BJPയോ ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളോ വിചാരിച്ചാൽ ഇതുപോലെ സമരം ചെയ്യാൻ പറ്റില്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പൊ ഇതൊരു റോങ് ആയിട്ടുള്ള ഒരു മൂവാണ്. ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇതല്ല അധികാരത്തിൽ വരാനുള്ള ശരിയായ വഴി. ജനാധിപത്യപരമായി ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊണ്ട് അധികാരത്തിൽ എത്താൻ സാധിക്കുമെന്നിരിക്കെ വളഞ്ഞ വഴിയിലൂടെ പോകുന്നത് ഇന്ത്യയുടെ ഭാവിക്ക് ഗുണം ചെയ്യില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.